Hi, welcome to MATCUP. In this particular video, we will be discussing another important aspect from vibrational spectroscopy. Vibrational spectroscopy is very important in S1, S2, KTU chemistry, in various chemistry related competitive examination, as well as in BSc and MSc chemistry topics. So, before going to that particular question, we would like to inform you that there are various playlists are available in channel related with the class 9 and 10 plus 1 plus 2 physics chemistry mathematics topic, quantitative aptitude and reasoning topic, advanced chemistry topic, general and certificate related informations. Videos are uploaded in both English as well as in Malayalam. അതുപോലെ തന്നെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഇൻസ്റ്റഗ്രാം പേജിലും അവൈലബിൾ ആണ്. ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹൗ മെനി മോഡ്സ് ഓഫ് വൈബ്രേഷണൽ മോഡ്സ് ആർ പോസിബിൾ വിത്ത് വാട്ടർ മോളിക്യൂൾ? എന്താണ് വൈബ്രേഷണൽ മോഡ്സ്, എന്താണ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ടോട്ടൽ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം വൈബ്രേഷണൽ മോഡ്സ് ഓഫ് വാട്ടർ മോളിക്യൂൾ കാണുക. നമ്മൾ വൈബ്രേഷണൽ മോഡ്സ് എടുക്കുമ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് n നമ്പർ ഓഫ് ആറ്റം ഉണ്ടെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 3n ആയിരിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 3n ആയിരിക്കും. ഇഫ് 3n നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ അതിനകത്ത് 3 മോഡ്സ് ഓഫ് എന്ന് പറയുന്ന ട്രാൻസ്ലേഷണൽ മോഡ്സ് ആയിരിക്കും. ഒരു ലീനിയർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം 2 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും 3 റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഒരു നോൺ ലീനിയർ മോളിക്യൂളിനെ സംബന്ധിച്ചും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 3n മൈനസ് 5 ആയിരിക്കും ഒരു ലീനിയർ മോളിക്യൂളിൽ, 3n മൈനസ് 6 ആയിരിക്കും നോൺ ലീനിയർ മോളിക്യൂളിൽ. ഈ തിയറി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഡീറ്റെയിലുകളെല്ലാം നമ്മൾ ആ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളത് കണ്ടു നോക്കാം. നമ്മൾ വാട്ടർ മോളിക്യൂൾ നോക്കിയാൽ വാട്ടറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പ് ആണ്. അതായത് ഇതൊരു നോൺ ലീനിയർ മോളിക്യൂളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും, 3 മോഡ്സ് ഓഫ് ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ടാവും. പിന്നെ എന്താണ് 3 റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. കാരണം we can rotate with respect to 3 rotational axes which are perpendicular to each other. Perpendicular ആയിട്ടുള്ള 3 rotational axesലൂടെ നമുക്ക് ഈ മോളിക്യൂളെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് 3 rotational degrees of freedom ഉണ്ട്. 3 rotational degrees of freedom ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് 3n മൈനസ് 6, n എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റം, 3 ആറ്റം ഉണ്ട്, 3 into 3 മൈനസ് 6 ദാറ്റ് ഈസ് 9 മൈനസ് 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വൈബ്രേഷണൽ മോഡ്സ് ആണ് ഉള്ളത്. നമ്മൾ പറഞ്ഞു വൈബ്രേഷണൽ മോഡ്സ് എന്ന് പറയുന്നത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അതായത് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ബെൻഡിങ് വൈബ്രേഷൻ എന്നും, സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്നും ബെൻഡിങ് വൈബ്രേഷൻ എന്നും. ഒരു സിസ്റ്റത്തിനകത്ത് സ്ട്രെച്ചിങ് വൈബ്രേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് n മൈനസ് 1 ആണ്. അതായത് ഇവിടെ നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം 3 ആയതുകൊണ്ട് 3 മൈനസ് 1 ഈക്വൽ ടു 2 സ്ട്രെച്ചിങ് വൈബ്രേഷൻസ് ഉണ്ടാവും. റിമൈനിങ് എന്തായിരിക്കും? ബെൻഡിങ് ആയിരിക്കും. ടോട്ടൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ 3 ആണെങ്കിൽ 2 എണ്ണം സ്ട്രെച്ചിങ് ആണെങ്കിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ബെൻഡിങ് വൈബ്രേഷൻ ആണ്. നമ്മൾ സ്ട്രെച്ചിങ് വൈബ്രേഷൻ എടുത്താൽ സ്ട്രെച്ചിങ് വൈബ്രേഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സിമെട്രിക് സ്ട്രെച്ചിങ് എന്നും അസിമെട്രിക് സ്ട്രെച്ചിങ് എന്നും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വാട്ടർ മോളിക്യൂൾ എടുക്കുന്നു. ഒരു വാട്ടർ മോളിക്യൂൾ എടുത്താൽ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒന്നെങ്കിൽ രണ്ടും ഒരേ രീതിക്ക് സ്ട്രെച്ച് ചെയ്യുന്നു, ദാറ്റ് ഈസ് കോൾഡ് സിമെട്രിക് സ്ട്രെച്ചിങ്. അല്ലെങ്കിൽ രണ്ടും ഒരേ രീതിക്ക് നമ്മൾ സ്ക്യൂസ് ചെയ്യുന്നു, ബോണ്ടിന്റെ ലെന്തിനെ സ്ക്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക് സ്ട്രെച്ചിങ്. ഒരു വാട്ടർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ ആണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ്, ഡൈപോൾ മൊമെന്റ്, ഇതെല്ലാം നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പൊ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിനെ ഓക്സിജനിലേക്ക് പുള്ള് ചെയ്യും. അതുകൊണ്ട് ഓക്സിജൻ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു പോർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടും. ഒരു പാർഷ്യൽ ആയിട്ടുള്ള ചാർജ് സെപ്പറേഷൻ സംഭവിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. ഒരു ഡൈപോൾ എക്സിസ്റ്റ് ആയി. ഇവിടെ അങ്ങനെയാണ് 2 ഡൈപോളുകൾ ഉണ്ടാവും. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. മൈ മിസ്റ്റേക്ക്. സോ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഡൈപോൾ ഹാസ് ടു ബി ഡ്രോൺ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഡൈപോളിന്റെ ക്യാൻസലേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. മ്യൂ വാല്യൂ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആവും. നമുക്കറിയാം ഒരു വൈബ്രേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എന്താണ് ഒരു വാട്ടർ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ വാട്ടർ മോളിക്യൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വൈബ്രേഷണൽ മോഷനെ സംബന്ധിച്ചിടത്തോളം വൈബ്രേഷണൽ മോഷൻസ് ആക്റ്റീവ് ആകണമെങ്കിൽ അതിനോട് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സിമെട്രിക് സ്ട്രെച്ചിങ് സംഭവിക്കുന്നു. സ്ട്രെച്ചിങ് സംഭവിക്കുമ്പോൾ ഡൈപോൾ മൊമെന്റ് വാല്യൂയിൽ വ്യത്യാസം വരും.
കാരണം ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡിസ്റ്റൻസ് കൂടുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഡൈപോളിന്റെ വാല്യൂ കൂടും. സോ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് ഡൈപോളിന്റെ വാല്യൂ കൂടുന്നുണ്ട്. അപ്പൊ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് IR ആക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റും. സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് IR ആക്റ്റീവ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ? ദെൻ സോ ഇത് നമ്മൾ പറഞ്ഞു ഓൾറെഡി ഒരു IR വൈബ്രേഷണൽ മോഡ്സിന്റെ കാര്യം എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് നമ്പർ ഉണ്ടാവും. ആ വേവ് നമ്പറിനെ മ്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് മ്യൂ വാല്യൂ ഫോർ സിമെട്രിക് സ്ട്രെച്ചിങ്. നമ്മൾ സിമെട്രിക് സ്ട്രെച്ചിങ് എടുത്താൽ സിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ മ്യൂ വാല്യൂ എന്ന് പറയുന്നത് 3651.7 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഇതുപോലെ എന്ത് സംഭവിക്കാം? അസിമെട്രിക് സ്ട്രെച്ചിങ് സംഭവിക്കാം. അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് സ്ട്രെച്ച് ആവും, ഒരു ബോണ്ട് സ്ക്യൂസ് ആവും. ഇതൊരു ബോണ്ട് സ്ട്രെച്ച് ആയി, ഒരു ബോണ്ട് സ്ക്യൂസ് ആയി. ദിസ് ഈസ് കോൾഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അസിമെട്രിക് സ്ട്രെച്ചിങ്ങിനകത്തും ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂവിൽ വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇവിടെ ഡൈപോൾ കൂടി, ഇവിടെ ഡൈപോൾ കുറഞ്ഞു. കാരണം ലെന്ത് കുറഞ്ഞു, ലെന്ത് കൂടി. സോ ഓട്ടോമാറ്റിക്കലി അസിമെട്രിക് സ്ട്രെച്ചിങ് എടുത്താലും എന്താണ്? അസിമെട്രിക് സ്ട്രെച്ചിങ്ങിലും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉള്ളത് കൊണ്ട് അതെന്താണ്? IR ആക്റ്റീവ് ആണ്. അവിടുത്തെ ഫ്രീക്വൻസിയുടെ വാല്യൂ എന്നും μ2 അല്ലെങ്കിൽ ഫ്രീക്വൻസി വേവ് നമ്പർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? വേവ് നമ്പർ എന്ന് പറയുന്നത് 3755.8 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും. ഇനിയുള്ളത് എന്താണ്? നമ്മൾ രണ്ട് സ്ട്രെച്ചിങ് ഉണ്ട്, പിന്നെ ഒരു ബെൻഡിങ് വൈബ്രേഷൻ. സോ വി ക്യാൻ ഹാവ് എ ബെൻഡിങ് വൈബ്രേഷൻ. ബെൻഡിങ് എന്ന് പറയുമ്പോൾ സിസറിങ് ഉണ്ട്, വാഗിങ് ഉണ്ട്, ട്വിസ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്സ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻസ് ആണുള്ളത്. സോ നമ്മൾ ബെൻഡിങ് വൈബ്രേഷൻ എടുത്താൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സിസറിങ് ആണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ സോ വി ക്യാൻ ഡ്രോ ഇറ്റ് ലൈക്ക് ദിസ്. സോ ഇറ്റ്സ് എ മോഡ് ഓഫ് ബെൻഡിങ് വൈബ്രേഷൻ. So this is going to be give you, it will give rise to, so there should be a change in dipole moment should happen. So ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് വരുന്ന രീതിയിലുള്ള നമുക്ക് ഒരെണ്ണം വരയ്ക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ can draw like a wagging mode. So if this bond is extended to here, this bond is extended, it will come down. So it's a kind of scissoring motion. So ഇതൊരു സിമെട്രിക് ബെൻഡിങ് ആണ്. കാരണം രണ്ടു ഭാഗത്തേക്കുള്ള സിമെട്രിക് ബെൻഡിങ് മോഷൻ ആണ്. അതിന് കറസ്പോണ്ടിങ് ഉള്ള വേവ് നമ്പർ എന്ന് പറയുന്നത് μ3 bar will be equal to 1595.0 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ നമ്മൾ നോക്കി ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരുന്നത് വാട്ടറിന്റെ വൈബ്രേഷൻ മോഡ്സ് ആയിരുന്നു. വാട്ടറിന്റെ വൈബ്രേഷൻ മോഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ വൈബ്രേഷൻ മോഡുകൾ സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ബെൻഡിങ് വൈബ്രേഷനും അതിന് കറസ്പോണ്ടിങ് ആയുള്ള വേവ് നമ്പറും നമ്മൾ കാണിച്ചു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. Keep watching, keep learning. Thanks for watching. Bye.